ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പേര് ഡെസ്റ്റിൻ ആൻ്റണി. എൻ്റെ ഈ ഒരു പേരുമായി ബന്ധപ്പെട്ട് പല കമൻറ്റുകൾ ഞാൻ നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കാണാനിടയായി. അപ്പോൾ അത് പലപ്പോഴും ഡസ്റ്റ് ബിൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവൻ വെറും പൊടിയാണ് എന്ന രീതിയിലുള്ള ചില കമൻറ്റുകളാണ്. എന്തായാലും ആ കമൻറ്റിട്ട സഹോദരങ്ങളോട് വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു സ്നേഹിതൻ, അദ്ദേഹം പറയുന്നൊരു വിഷയമുണ്ട്. നമ്മളിപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചോ വിശുദ്ധ ബൈബിളിലെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഇത് ഡിവൈനിലും പോട്ടയിലുമുള്ള അനേക പുരോഹിതർ കാലാകാലങ്ങളായി സംസാരിക്കുന്ന വിഷയമാണ്, താങ്കൾ എന്തിനാണ് കോപ്പി അടിക്കുന്നത്? ഇനിയല്ല, നമ്മൾ തിയോളജിക്കൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, കുറ്റം പറയാതെ സുവിശേഷം പറയൂ സഹോദര. അപ്പോൾ ഈ രണ്ടുമല്ലാതെ എന്ത് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും എന്ന് കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ ദൈവം ഇന്ന് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ മുൻപിൽ സംസാരിക്കുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം സഭാ വിജ്ഞാനീയം എന്ന് പറയുന്ന റവറൻഡ് ഡോക്ടർ സേവ്യർ കൂടപ്പുഴ അച്ഛൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ആരാണ് ഈ സേവ്യർ കൂടപ്പുഴ അച്ഛൻ എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അച്ഛൻ ഈ പുസ്തകം എഴുതാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇതിൻ്റെ മുഖവുരയിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് നമുക്കൊന്ന് ചിന്തയിലേക്ക് പോകാം. ആധുനിക ദൈവശാസ്ത്ര മേഖലയിൽ ഏറ്റവും അധികം വളർച്ച പ്രാപിച്ചിട്ടുള്ളത് സഭാവിജ്ഞാനീയം അഥവാ എക്ലേസിയോളജി എന്ന് നിസ്സംശയം പറയാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇതിന് ആക്കം കൂട്ടി സഭയുടെ നവീകരണവും പുനരൈക്യവുമായിരുന്നുവല്ലോ ഈ ഒരു കൗൺസിലിൻ്റെ പ്രധാന വിഷയം. റോമിലെ വൈദിക പരിശീലന കാലത്ത് ഇതിൽ വളരെ അടുത്ത് സംബന്ധിക്കുവാൻ സാധിച്ചത് വളരെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. പിയൂസ് 12 ജോൺ 23 പൗലോസ് 6 എന്നീ മാർപ്പാപ്പമാരുടെ കാലത്ത് റോമിൽ താമസിച്ച് വൈദിക പരിശീലനം നേടുന്നതിനും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും തത്വശാസ്ത്രം, ദൈവശാസ്ത്രം, ലിറ്ററജി, പൗരസ്ത്യ കാനോനിക നിയമം തുടങ്ങിയ സഭാപരമായ വിഷയങ്ങളിൽ ബിരുദങ്ങൾ എടുക്കുന്നതിനും സർവോപരി പാശ്ചാത്യ പൗരസ്ത്യ സഭാതലങ്ങളിൽ സർഗാത്മകമായ ചലനങ്ങൾ സൃഷ്ടിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ നേരിട്ട് സംബന്ധിക്കുന്നതിനും സാധിച്ചത് ജീവിതത്തിലെ അസുലഭ അനുഭവവും അനുഗ്രഹവുമായി ഞാൻ കരുതുന്നു. കൗൺസിലിൽ നടന്ന പ്രസംഗങ്ങളുടെ എല്ലാം കോപ്പികൾ എനിക്ക് ലഭിച്ചു. ഇവയുടെ വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞ കൗൺസിൽ രേഖകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ ഇത് വളരെ സഹായകമായി. കൗൺസിലിൻ്റെ ദൈവശാസ്ത്ര വിദഗ്ധരായിരുന്ന പ്രൊഫറ്റന്മാർ കൗൺസിൽ ഹാളിൽ നടത്തിയ ചർച്ചകളുടെ പിന്നിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്തു വന്നു. ഇപ്രകാരം കൗൺസിൽ നവീകരണത്തിനായി സമ്മേളിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യം വളരെയേറെ ഉൾക്കൊള്ളാൻ സാധിച്ചുവെന്ന വസ്തുത കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഈ പുസ്തകം നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുമ്പോൾ, ഇതിലെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ആരാണ് ഈ പുസ്തകം എഴുതിയത്, എന്താണ് അതിൻ്റെ ആധികാരികത, 3 മാർപ്പാപ്പമാരുടെ സാന്നിധ്യത്തിൽ റോമിൽ വൈദിക പരിശീലനം നടത്തുകയും റോമിൽ നിന്ന് തന്നെ വലിയ ബിരുദങ്ങൾ നേടി അദ്ദേഹം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ നടന്നിരിക്കുന്ന എല്ലാ പ്രസംഗങ്ങളുടെ കോപ്പികളും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുകയും അതിൻ്റെ എല്ലാ പഠനങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരാൾ എന്ന രീതിയിൽ സേവ്യർ കൂടപ്പുഴ അച്ഛൻ പറയുന്ന അഭിപ്രായത്തിന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ചർച്ചയുടെ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റേതായ വിലയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനല്ല ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. സേവ്യർ കൂടപ്പുഴ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സഭാവിജ്ഞാനീയം എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. 23 യോഹന്നാൻ മാർപ്പാപ്പ ചില പൊടികളെ തട്ടിക്കളയുന്ന, ഡസ്റ്റ് ബിന്നിലേക്ക് തട്ടിവിടേണ്ട ചില പൊടികളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പ്രവാചക ശബ്ദം എന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന ചില വാക്കുകളാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. അതിനു മുൻപ് അദ്ദേഹത്തിന് ഉൾപ്രേരണ നൽകിയ വിഷയത്തെക്കുറിച്ച് കൂടെ നമ്മൾ ചിന്തിച്ചിട്ട് അദ്ദേഹം എന്താണ് ഈ പൊടിയെക്കുറിച്ച് പറഞ്ഞത് എന്നുകൂടെ നമ്മൾ വായിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയ യോഹന്നാൻ പാപ്പ വലിയൊരു പ്രവാചക ദൗത്യമാണ് അതിലൂടെ നിർവഹിച്ചത്. സഭ ലോകത്തിന് സുവിശേഷ സന്ദേശം നൽകണമെങ്കിൽ സ്വയം സുവിശേഷവൽകൃതമാകണമെന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കി. ആത്മശോധനയും നവീകരണവും കൂടാതെ അപരനിലേക്ക് തിരിയാൻ ഇന്നത്തെ സഭ അപ്രാപ്യമാണെന്ന ദുഃഖസത്യം ആഴത്തിൽ സഭാസ്നേഹികളായ നിരവധി ദൈവശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടിയിരുന്നു.
അദ്ദേഹം ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന കാര്യം വളരെ പ്രശസ്തമായൊരു കാര്യമാണ്. എൻ്റെ കാൽ ഞാൻ മണലിൽ പൂത്തിവെച്ച് മറ്റൊരുവനെ മന്ദ എന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. അതുപോലെ സഭയ്ക്ക് സുവിശേഷവൽക്കരണം നടത്തണമെങ്കിൽ, സഭ സുവിശേഷം പറയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സഭ സുവിശേഷവൽകൃതമാകണം, സുവിശേഷത്തിന് അടിസ്ഥാനപ്പെടുത്തണം. ദൈവവചനത്തിന് അടിസ്ഥാനപ്പെടുത്തി സഭ മാറിയെങ്കിൽ മാത്രമേ സഭയ്ക്ക് മറ്റുള്ളവരിലേക്ക് സുവിശേഷം നൽകാൻ കഴിയത്തുള്ളൂ എന്ന ഏറ്റവും ശക്തമായ പ്രസ്താവന വെക്കുന്നത് മറ്റാരുമല്ല, 23-ാം യോഹന്നാൻ മാർപ്പാപ്പയാണ്. അദ്ദേഹമാണ് ഈ ഒരു പ്രസ്താവന വെക്കുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, സഭയിലുള്ള അനേക ദൈവശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കാലത്തിൻ്റെ സൂചന ആഴത്തിൽ അപഗ്രഥിച്ചവരുടെ പിന്നിൽ പ്രവർത്തിച്ച ദൈവകരം ദർശിക്കാനും ആത്മാർത്ഥമായി അംഗീകരിക്കാനും വിശുദ്ധനായ യോഹന്നാൻ പാപ്പയ്ക്ക് സാധിച്ചു. ദൈവജനത്തിൻ്റെ സദാ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിൻ്റെ ശബ്ദമായി തീരാൻ അവിടുന്ന് ഒട്ടും ശങ്കിച്ചില്ല. 1959 ജനുവരി 25-ാം തീയതി നിർണായകമായ തീരുമാനം അദ്ദേഹം ലോകത്തെ അറിയിച്ചു. പ്രത്യേകം തെരഞ്ഞെടുത്തതാണ് ഈ തീയതി. പൗലോസിന്റെ മാനസാന്തര തിരുനാൾ, സഭാ ഐക്യത്തിൻ്റെ സമാപന ദിനവുമാണല്ലോ ഇത്. പാപികൾ നിറഞ്ഞ സഭയിൽ എല്ലാ തലത്തിലും മാനസാന്തരം ഉണ്ടാകണം. അതിലൂടെ നവീകരണത്തിലൂടെ മാത്രമേ ഭിന്നിപ്പിച്ച സഭയുടെ അനുരഞ്ജനവും സാധിക്കത്തുള്ളൂ. അതായത് ഈ മാർപ്പാപ്പ ഈ ഒരു ഡേറ്റ് തീരുമാനമെടുത്തത് പൗലോസ് അപ്പസ്തോലന്റെ മാനസാന്തരത്തിൻ്റെ ദിനമായി സഭ ആഘോഷിക്കുന്ന ജനുവരി 25-ാം തീയതിയാണ് അദ്ദേഹം ഈ ഒരു ഡേറ്റ് എടുത്തത്, ഇതിനു വേണ്ടി എടുത്തത്. ഈ സത്യമാണ് 25-ന് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമായത്. റോമിലെ വിശുദ്ധ പൗലോസിന്റെ ബസിലിക്കയിൽ നടന്ന ഈ മഹാസംഭവത്തിന് അവിടുത്തെ ബലിപീഠത്തിനടുത്ത് മാർപ്പാപ്പയുടെ സമീപത്ത് തന്നെ നിന്ന് സാക്ഷിയാകാൻ ഈ ലേഖകന് സാധിച്ചു. ദൈവ തിരുമുൻപിൽ കൃതജ്ഞതയോടെ അത് സ്മരിക്കുന്നു. തദവസരത്തിൽ അഭിവന്യ പിതാവ് ആവർത്തിച്ച് ഉപയോഗിച്ച ഇറ്റാലിയൻ പദമാണ് അജ്ജർണമെന്തോ റിയൂണിയനോ, നവീകരണവും അനുരഞ്ജനവും എന്താണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മാർപ്പാപ്പ ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ: ഒന്ന്, സഭ നവീകരിക്കപ്പെടണം; രണ്ട്, അനുരഞ്ജനപ്പെടണം. ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് സഭ തന്നെ സുവിശേഷവൽക്കരിക്കണം. അതായത് സഭയുടെ അകത്ത് സുവിശേഷം എത്തിയാലേ പുറത്തേക്ക് സഭയ്ക്ക് സുവിശേഷം പറയാനോ സുവിശേഷം പ്രഘോഷിക്കാനോ സാധിക്കത്തുള്ളൂ എന്ന് 1959 യോഹന്നാൻ മാർപ്പാപ്പ, അതിൻ്റെ 23-ാം യോഹന്നാൻ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അദ്ദേഹം അതിനുവേണ്ടി പറഞ്ഞു വെച്ച വളരെ വിഖ്യാതമായ വാക്കുകളിലേക്കാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇതേ തുടർന്ന് നവീകരണം എങ്ങനെയാണ് സാധിക്കേണ്ടത്? മാർപ്പാപ്പയുടെ മാർഗനിർദ്ദേശം ഇതാണ്. കൗൺസിലിൻ്റെ ഒരുക്കത്തിന് ഇത് നിർണായകമായിരുന്നു. തദവസരത്തിൽ യോഹന്നാൻ മാർപ്പാപ്പയുടെ പ്രവാചക ശബ്ദം ഇപ്രകാരമായിരുന്നു: This council is to the shake of the dust that has gathered on the throne of St. Peter's from the time of Constantine. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതാണ്: കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം മുതൽ, അതായത് AD 325 കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന 305 മുതൽ 337 വരെയുള്ള വലിയ കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം മുതലുള്ള പത്രോസിന്റെ സിംഹാസനത്തിൽ അടിഞ്ഞുകൂടിയ പൊടിയെ തട്ടിക്കളയാനാണ് ഈ കൗൺസിൽ. ചില പൊടി തട്ടലാണ് ഈ കൗൺസിൽ എന്ന് പറയുന്നു. അപ്പോൾ ഡസ്റ്റ് ബിൻ എന്ന് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, യോഹന്നാൻ 23-ാം മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ്. പത്രോസിന്റെ സിംഹാസനത്തിൽ മുതൽ ഇന്ന് വരെ ആ ത്രോണിൽ ചില പൊടികളിരിക്കുന്നു, ആ പൊടികൾ തട്ടേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകളുടെ, എനിക്ക് തോന്നുന്നു ആ പ്രവാചക ശബ്ദത്തിൻ്റെ പരിണിത ഫലമാണ് എന്നെപ്പോലുള്ള ചില നിങ്ങൾ കഴുതകളെന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ പൊടി എന്ന് വിളിക്കുന്ന, ഡസ്റ്റ്ബിൻ എന്ന് വിളിക്കുന്ന ഈ ഡസ്റ്റിൻ ഇന്ന് പൊടി തട്ടാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് പണ്ടേ തുടങ്ങിയിരിക്കുന്ന ചില പൊടികളെ തട്ടേണ്ടത് ആവശ്യമാണെന്ന് മാർപ്പാപ്പമാർക്ക് മനസ്സിലായത്. അത് രണ്ടാം വത്തിക്കാൻ സൂനോദോസിൽ ചെയ്തു വെച്ചത് അതിൻ്റെ
പുനരൈക്യത്തിന് അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ആ പൊടി ഇന്നും ഇരിക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് ആ പൊടിയെ തട്ടേണ്ടത് അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളുടെ മുൻപിൽ പറയുകയാണ്. കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികളുടെ ഹൃദയത്തിൽ അടിയുറപ്പിച്ച് അടിഞ്ഞുകൂടിയ ചില പൊടികളെ തട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു വെക്കുന്നത്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, പല ക്രിസ്തീയ വിശ്വാസികളുടെയും, പ്രത്യേകിച്ച് 2000 വർഷമായി കത്തോലിക്ക വിശ്വാസത്തിലായിരിക്കുന്ന പാരമ്പര്യ വിശ്വാസികളുടെ എല്ലാം ഹൃദയത്തിലുള്ള ഒരു ചോദ്യമാണ്, ഈ 2000 വർഷം പാരമ്പര്യമുള്ള സഭയുടെ വിശ്വാസ രീതികളെയോ ഏതെങ്കിലും തരത്തിലുള്ള തിയോളജിക്കൽ കാര്യങ്ങളെയോ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ അനുവാദമുണ്ടോ? അത് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് അതിന് അനുവാദമുണ്ടോ എന്നൊരു ചിന്ത പലരുടെയും പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ നേരിട്ട് അറ്റൻഡ് ചെയ്ത വ്യക്തി എന്ന നിലയിൽ സേവ്യർ കുടപ്പുഴച്ചൻ അദ്ദേഹത്തിൻ്റെ സഭാവിജ്ഞാനീയം എന്ന പുസ്തകത്തിൽ 27-ാം പേജിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വ്യവസ്ഥിതി ചോദ്യം ചെയ്യപ്പെടുന്നു. കുറേ നൂറ്റാണ്ടുകളായി സഭയെ പറ്റിയുള്ള പഠനം പ്രധാനമായും സഭാ അധികാരികളെ പറ്റിയുള്ള പഠനമായി രൂപം പ്രാപിച്ചിരിക്കുന്നു. സഭയുടെ സംഘടനാ സ്വഭാവത്തിനും തജ്ജന്യമായിരുന്ന ഭരണ സംവിധാനങ്ങൾക്കും അമിതമായ പ്രാധാന്യം നൽകിയതോടെ സഭയുടെ കേന്ദ്രബിന്ദു സഭാ നേതൃത്വമായി മാറി. നേതൃത്വത്തിന് നിരയിലുള്ള അധികാര അവകാശങ്ങളും പദവികളും അവയോട് ബന്ധപ്പെട്ട നൈമിക ചട്ടക്കൂടുകളുമൊക്കെ സ്വാഭാവിക സഭാവിജ്ഞാനീയത്തിൻ്റെ അവിഭാജ്യ ഘടകമായി. തന്മൂലം ഇത്തരം സഭാവിജ്ഞാനീയത്തെ ഹൈറാർക്കിയോളജി എന്നുവരെ ദൈവശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിച്ചു. സഭയുടെ ആധ്യാത്മിക വശത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരുന്നതിൻ്റെ ദുരന്ത ഫലമാണിത്. അതായത് നമ്മൾ സഭയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, സഭയ്ക്കൊരു ഹൈറാർക്കി ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം ചോദ്യം ചെയ്യാൻ പാടില്ല. ഇത് സഭയ്ക്കെതിരെ, സഭാ അധികാരികൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് ശാപം കിട്ടുന്ന പ്രവൃത്തിയാണ്, അങ്ങനെ പാടില്ല എന്ന ചില ചിന്ത കാലാകാലങ്ങളായി നമ്മളുടെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിച്ചതാണ് എന്നാണ് ഈ പുസ്തകം വ്യക്തമായി പറയുന്നത്. മാത്രമല്ല, ഹൈറാർക്കിയോളജി എന്നുവരെ ദൈവശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിച്ച് പഠിപ്പിക്കേണ്ടി വരുന്ന ചില അപഹാസ്യങ്ങളെക്കുറിച്ചും ഈ പുസ്തകം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. ചില സർവേകളുടെ റിപ്പോർട്ടുകൾ, ദൈവപുത്രനായ ഈശോ മിശിഹായിലും അവിടുത്തെ സഭയിലും പൂർണ്ണമായ വിശ്വാസമാണ് പൊതുവേ ഉള്ളത്. എന്നാൽ മിശിഹ സ്ഥാപിച്ച സഭയിൽ അവിടുന്ന് പഠിപ്പിച്ച ക്രൈസ്തവ സഹോദരത്തെയും സമത്വത്തെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തെയും മുറിപ്പെടുത്തുന്ന വ്യവസ്ഥിതിയുടെ കാവൽക്കാരായി വർത്തിക്കുന്ന സഭാ നേതൃത്വമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. മേലാധികാരികൾക്ക് അനുകൂലമായി രൂപം കൊടുത്തിരിക്കുന്ന നിയമസംഹിതയുടെ പ്രധാന ലക്ഷ്യം അവരുടെ തന്നെ ഭദ്രതയാണ്. ദൈവം ഭരിക്കുന്ന ദൈവജനത്തിനു മേൽ മനുഷ്യനിർമ്മിതമായ നിയമ സംഹിതകളുടെ പിൻബലത്തോടെ ഉന്നത സ്ഥാനീയർ നടത്തുന്ന ഭരണവും മേൽക്കോയ്മ മനോഭാവവും ദൈവപുത്രനായ ഈശോ മിശിഹായുടെ വ്യക്തമായ പ്രബോധനത്തിന് എതിരാണെന്ന് ദുഃഖസത്യം ദൈവജനം മനസ്സിലാക്കി വരുന്നു എന്നതാണ് ഇന്നത്തെ പ്രതിസന്ധി എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കാലഹരണപ്പെട്ട രാജകീയ വ്യവസ്ഥയിൽ വേരുറച്ച ഭരണശൈലിക്കെതിരെ ഉയർന്നു വരുന്ന ദൈവജനത്തിൻ്റെ ധാർമ്മിക രോക്ഷമാണ് സഭാതലത്തിലെ പ്രതിസന്ധികളെന്ന് സർവേയിൽ വ്യക്തമാക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, രാജകീയ ഭരണം എങ്ങനെയായിരുന്നോ അതുപോലെ അധികാരികൾ, സഭാധികാരികൾ വിശ്വാസികളുടെ മേലെ വച്ചുകെട്ടിയ ചില നിയമങ്ങൾ അതൊരിക്കലും ക്രിസ്തീയമല്ല, അത് ക്രിസ്തു ആഗ്രഹിക്കുന്നതല്ല, അത് മനുഷ്യൻ വച്ചുകെട്ടിയതാണെന്ന് വ്യക്തമായി ഈ പുസ്തകം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. രാജഭരണം ദൈവഹിതമാണെന്നും രാജാക്കന്മാർക്ക് ദൈവത്തിൽ നിന്നാണ് അധികാരം ലഭിച്ചതെന്നും പ്രജകൾക്ക് അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നും അങ്ങനെ ചെയ്താൽ ദൈവകോപമുണ്ടാകുമെന്നുള്ള ചിന്താഗതി രാജാക്കന്മാർ പ്രചരിപ്പിച്ചിരുന്നു. ജനായക മൂല്യങ്ങൾ സഭാതലത്തിൽ പൊതുവെ ഇപ്പോഴും അപരിചിതമാണല്ലോ. കുടപ്പുഴച്ചൻ വ്യക്തമായിട്ട് ഈ ഒരു രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വന്ന ചില ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പഠനങ്ങളെക്കുറിച്ച് പറയുന്നതാണ്, സഭയെ അല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലും കാര്യത്തെ വിമർശിക്കുകയോ അതിനെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തിനെതിരാണ്, അതൊരിക്കലും ശരിയല്ല. രാജഭരണം ദൈവഹിതമാണെന്നും
രാജാക്കന്മാർക്ക് ദൈവത്തിൽ നിന്നാണ് അധികാരം ലഭിച്ചതുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇത്തരക്കാർ ചെയ്യുന്ന വലിയ തെറ്റായ വശത്തെ അച്ഛൻ വ്യക്തമായി ഈ പുസ്തകത്തിലൂടെ ചൂണ്ടിക്കാണിക്കുക. വീണ്ടും ഈ പുസ്തകം പറയുന്നു, സഭാ അധികാരത്തിന് നൽകിയ അമിത പ്രാധാന്യം സഭ വെറും സംഘടനാ തലത്തിൽ വീക്ഷിക്കപ്പെടുന്നതിന് വഴി തെളിയിച്ചു. ദൈവപുത്രനായ ഈശോമിശിഹ സ്ഥാപിക്കുകയും തുടർന്ന് പരിശുദ്ധാത്മാവ് ആവസിക്കുകയും ചെയ്യുന്ന തിരുസഭ വെറുമൊരു സംഘടനയായി അധപതിക്കുക വ്യതിചലനം തന്നെയാണ് എന്ന ബോധ്യം സഭാതലത്തിൽ വളർന്നു വന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ലിഖിതവുമായോ അപ്പസ്തോലന്മാരിലൂടെ സ്ഥാപിക്കപ്പെട്ട അല്ലെങ്കിൽ വളർന്നു വന്ന ക്രിസ്തു സ്ഥാപിച്ച ഈ സഭ വെറുമൊരു സംഘടനയായി അധപതിച്ചതിൻ്റെ കാരണം ഇത്തരം അധികാരങ്ങളാണ് എന്ന് വ്യക്തമായി പുസ്തകം പറയുന്നു. സഭയിലെ അധികാരികളുടെ അവകാശങ്ങൾക്ക് ഊന്നൽ നൽകുന്ന പ്രബോധനങ്ങളാണ് പലപ്പോഴും ദൈവജനത്തിന് കേൾക്കേണ്ടി വന്നത്. അതായത് സഭയുടെ അധികാരികളുടെ അവകാശങ്ങൾക്ക് ഊന്നൽ നൽകുന്ന പ്രബോധനങ്ങൾ, തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനം ഹൈറാർക്കിയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്നു. രാജ്യത്തിൻ്റെ പേരിൽ രാജാക്കന്മാർക്ക് വേണ്ടി പോരാടി വീരചരമം പ്രാപിക്കാൻ പോരാളികൾ എന്ന പോലെ സഭയുടെ പേരിൽ സഭാധികാരികളുടെ അവകാശവാദങ്ങൾ സംരക്ഷിക്കാൻ ദൈവജനത്തെ ഉപയോഗിച്ചിരുന്നതായി കാണാം. അതായത് ഓരോ മനുഷ്യരും സഭയുടെ ആ സഭാ അധികാരികളുടെ അവകാശം നിലനിർത്താൻ സ്വയം പോരാടി മരിക്കുന്ന ഒരവസ്ഥ പോലും ഇവിടെ ഉണ്ടായി എന്ന് വ്യക്തമായി ഈ പുസ്തകം നമ്മുടെ മുൻപിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ദൈവരാജ്യത്തെക്കാൾ സഭാ ഭരണ സംവിധാനത്തിൽ ശ്രദ്ധ പതിച്ചിരുന്നൊരു വ്യവസ്ഥിതി നിലവിലിരുന്നു. ദൈവശാസ്ത്രജ്ഞന്മാർ ഇത് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാം വത്തിക്കാൻ സൂനോദോസിൽ വന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതായിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം മുതൽ സാമ്രാജ്യത്തിനുള്ളിൽ സഭയിലേക്ക് അവിഹിതമായി കടന്നുകൂടിയ ഘടകങ്ങൾ മാറ്റിയെടുക്കുക രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രധാന ലക്ഷ്യമാണെന്ന് 23-ാം യോഹന്നാൻ മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. വളരെ കൃത്യമായി അച്ഛൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതാണ്. മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് രണ്ടാം വത്തിക്കാൻ സൂനോദോസ്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മുതൽ ഇന്നുവരെ സഭയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില പൊടികൾ, അവിഹിതമായി കടന്നുകൂടിയിരിക്കുന്ന ചില ഘടകങ്ങളെ മാറ്റിയെടുക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് വ്യക്തമായി ഇവിടെ അച്ഛൻ പറഞ്ഞു വയ്ക്കുക. പുരാതന കാലം മുതൽ ആചരിച്ചു പോന്ന ആരാധനക്രമങ്ങൾ എന്നിവയുടെ പഠനത്തിന് ഇത് വഴി തെളിയിച്ചു. ആരാധന സഭ ജീവിതത്തിൻ്റെ സമുന്നതമായ ആവിഷ്കാരമാണല്ലോ. ആരാധനാക്രമ ജീവിതത്തിലുണ്ടായിരുന്ന പാളിച്ചകൾ സഭാ ജീവിതത്തിലും പ്രതിഫലിച്ചു എന്ന് ബോധ്യമായി. അതായത് ആരാധനാക്രമം പാരമ്പര്യമുണ്ടായിരുന്നു, എന്നാൽ വിവിധങ്ങളായി കാലങ്ങളായി കടന്നുകൂടിയ പല തിന്മകളും ഈ പാരമ്പര്യത്തിൽ കടന്നുകൂടി. ഈ പാരമ്പര്യങ്ങളാകട്ടെ വിശ്വാസമായോ ക്രിസ്തുവിൻ്റെ വചനമായോ അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളുമായോ യാതൊരു വിധത്തിലും ഒരു രീതിയിലും നീതി പുലർത്തുന്നില്ല. അത് കണ്ടെത്തിയത് വ്യക്തമായി രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. ഇതിൻ്റെ തുടർന്നുള്ള വിഷയങ്ങളിൽ ഈ പുസ്തകത്തിൻ്റെ അവസാനത്തോട്ട് വരുമ്പോൾ മരിയോളജി ആകട്ടെ, അല്ലെങ്കിൽ വിശുദ്ധരോടുള്ള വണക്കമാകട്ടെ, പ്രതിമ വണക്കമാകട്ടെ, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും അത് ഏത് ലെവൽ വരെ പോകാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ആരാധനയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഭക്ത അഭ്യാസങ്ങളിൽ വന്നിരിക്കുന്ന തെറ്റായ വശങ്ങളെക്കുറിച്ച് വ്യക്തമായി പുസ്തകം നമ്മുടെ മുൻപിൽ വെക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, വെറും പ്രഹസനമായി ഇത് മാറിപ്പോയിരിക്കുന്നു. പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത് പ്രഹസനങ്ങളായി മാറിയെന്ന് ഞാനല്ല പറയുന്നത്. ഈ പുസ്തകം രണ്ടാം വത്തിക്കാൻ കൗൺസിലിനോട് ചേർന്ന് നിന്ന് വ്യക്തമായ അതിൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ചും ചർച്ചാ വിഷയങ്ങളെക്കുറിച്ചും കൂടെ നിന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് സേവ്യർ കൂടപ്പുഴ അച്ഛൻ. അച്ഛൻ്റെ ചില പുസ്തകങ്ങളിൽ ഇതിൻ്റെ ഒന്നാം പതിപ്പ് വായിക്കുമ്പോൾ അതിൻ്റെ നവീകരിച്ച ചില പതിപ്പുകൾ വായിക്കുമ്പോൾ ഇത് തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തെ പതിപ്പിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളല്ല നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് ലഭിക്കുന്ന പരിഷ്കരിച്ച പതിപ്പുകളിൽ കാണുന്നത്. ഇന്ന് ഈ സഭാവിജ്ഞാനീയം ഞാൻ വായിക്കുന്ന ഈ പുസ്തകം പോലും വിപുലീകരിച്ച രണ്ടാമത്തെ പതിപ്പാണ്. ഈ രണ്ടാമത്തെ പതിപ്പിൽ നിന്നും ഒന്നാമത്തെ പതിപ്പിലുള്ള പല കാര്യങ്ങളും അത് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്നുള്ള നിർബന്ധ ബുദ്ധി പോലും അവിടെ വന്നിട്ടുണ്ട്. അതായത് മലയാളി ഇത് വായിക്കാൻ പാടില്ല എന്ന് ചിലരുടെ ആഗ്രഹം. എൻ്റെ കയ്യിൽ തിരുസഭാ ചരിത്രം ഇതിൻ്റെ പരിഷ്കരിച്ചൊരു പതിപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 1974 ഇതിൻ്റെ ഒന്നാം പതിപ്പ് വന്നു. 1984 ഇതിൻ്റെ രണ്ടാം പതിപ്പ് വന്നു. 96 ഇതിൻ്റെ 3, 2008 നവീകരിച്ച 4ാമത്തെ എഡിഷൻ വന്നു. ഞാൻ 1ാമത്തെ എഡിഷൻ മുതൽ ഈ സഭാചരിത്രം വായിക്കുന്ന വ്യക്തിയാണ്.
ഒന്നാമത്തെ എഡിഷൻ എൻ്റെ കയ്യിലില്ല, എന്നാൽ ലൈബ്രറികളിൽ ഞാൻ പോയി വായിക്കുമ്പോഴും നാലാമത്തെ എഡിഷൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, ഈ തിരുസഭാ ചരിത്രം എന്ന് പറയുന്ന ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും ഇത് തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് സഭയുടെ ചില പുഴുക്കുത്തുകളെ കുറിച്ച് അതിൻ്റെ റെഫറൻസ് മാത്രം ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് എഴുതി അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് നാലാമത്തെ പതിപ്പ് വന്നത്. പല വിധത്തിലുള്ള പ്രഷറുകൾ വന്നു. എന്നാൽ ഒന്നാമത്തെ പതിപ്പിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നാലാമത്തെ പതിപ്പിൽ നിന്ന് മാറ്റം ചെയ്യുകയും എന്നാൽ എഴുതിയിരിക്കുന്ന റെഫറൻസ് മാത്രം അത് ഇംഗ്ലീഷിൽ മാത്രം എഴുതേണ്ടി വരികയും ചെയ്യുന്നത് എത്രത്തോളം അപഹാസ്യമാണെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അതായത് സ്വതന്ത്രമായി ഒരു അഭിപ്രായം പറയാൻ പോലും അത് റോമിൽ മാർപ്പാപ്പമാരുടെ കൂടെ നിന്ന് അവിടെ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ നേരിട്ട് പങ്കെടുത്ത അച്ഛന് തന്നെ ഈ അവസ്ഥ വരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അപഹാസ്യമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ പുസ്തകത്തിൻ്റെ 31-ാമത്തെ പേജിൽ അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നത്, ദൈവശാസ്ത്രം വെറും ആശയലോകത്തിൽ ഒതുങ്ങുന്നതല്ല, അത് ജീവിത സ്പർശിയാണ്. ദൈവവചനത്തിന് അധിഷ്ഠിതമായൊരു ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാവണം. സുവിശേഷത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്, വിശുദ്ധ ബൈബിളിൽ നിന്ന് ഉരുത്തിരിയുന്നതാകണമെന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ വ്യക്തമായി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ ഇത് ഡെസ്റ്റിൻ ആദ്യമായി വെക്കുന്ന ഒരു അഭിപ്രായമല്ല. വിശുദ്ധ ബൈബിളിൽ നിന്നായിരിക്കണം പാരമ്പര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ കാലാകാലത്തിൽ വന്ന പൊടി എടുത്തു വെച്ചുകൊണ്ട് ഇതാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നതല്ല യഥാർത്ഥ സഭയുടെ വിശ്വാസം അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് ഞാൻ പറഞ്ഞതല്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വ്യക്തമായി വിമർശിക്കപ്പെട്ട കാര്യമാണ്. ജീവിതവുമായി ഗാഢമായി ബന്ധമുള്ളതായിരിക്കണം അത്. ചുരുക്കത്തിൽ ദൈവശാസ്ത്രം സജീവ പാരമ്പര്യത്തിൻ്റെ വേരൂന്നിയതും ആനുകാലിക പ്രശ്നങ്ങളെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യാൻ പര്യാപ്തവുമായിരിക്കണം. അത് വ്യക്തമായിട്ട് പറയുക. ഈ സമീപനം സഭാവിജ്ഞാനീയത്തിൻ്റെ പുതിയ നീക്കങ്ങൾക്ക് വഴിതെളിച്ചു. ഹൈരാർക്കിയോളജി അധപതിച്ചിരുന്ന സഭാവിജ്ഞാനീയത്തിന് ദൈവജനത്തിൻ്റെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വീക്ഷണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഹൈരാർക്കി, ഈ ഒരു മാർപ്പാപ്പ, അതിൻ്റെ താഴെ കുറച്ച് പിതാക്കന്മാർ, അവർ പറയുന്നതാണ് സർവം, അവർ പറയുന്നത് മാത്രമാണ് ശരി, അത് മാത്രം അനുസരിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അതൊരിക്കലും ശരിയല്ല, ആ വീക്ഷണം ശരിയല്ല എന്ന് പറയുകയും 1-ാം നൂറ്റാണ്ട് മുതൽ അപ്പസ്തോലന്മാരിലൂടെ വന്ന പ്രബോധനങ്ങൾ വിശുദ്ധ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ, വിശുദ്ധ ലിഖിതങ്ങളുടെ വെളിച്ചത്തിൽ ആ പാരമ്പര്യ വിശ്വാസങ്ങളെ പരിശോധിക്കണമെന്ന് ആദ്യമായി ശക്തമായി മുന്നോട്ട് വെച്ചത് രണ്ടാം വത്തിക്കാൻ കൗൺസിലായിരുന്നു. അതിന് മുന്നോടിയായി പ്രബോധനങ്ങൾ വെച്ചത് ആകട്ടെ 23-ാം ജോൺ മാർപ്പാപ്പയായിരുന്നു. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം സംഘടനാപരമായ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലല്ലോ. ഇപ്രകാരമുള്ള വിലയിരുത്തലുകൾ സഭാവിജ്ഞാനീയത്തെ കൂടുതൽ സമ്പന്നമായ ദൈവശാസ്ത്ര മേഖലയിലേക്ക് എത്തിച്ചു. സഭയുടെ ആന്തരിക വശത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതിനിടയായി. ദൈവക ആഹ്വാനം സ്വീകരിച്ചവരുടെ സമൂഹമാണല്ലോ സഭ. അതായത് ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്താൽ ആഹ്വാനം ചെയ്യപ്പെട്ട് ചേർക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് സഭ എന്ന് പറയുമ്പോൾ തന്നെ സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളും സഭയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യണം. മാത്രമല്ല അവിടെ കടന്നുകൂടിയ പൊടികൾ തട്ടിക്കളയണം. ആ പൊടി ഒരിക്കലും ഇനി ആ ഒരു സിംഹാസനത്തിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തുടങ്ങിയ ഈ ഒരു രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ യഥാർത്ഥമായ പ്രബോധനങ്ങളോ യഥാർത്ഥമായ പഠനങ്ങളോ ഇന്നും ഈ കേരള ജനതയ്ക്ക് ഇപ്പോഴും തീണ്ടാപ്പാട് അകലെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, വ്യക്തമായി രണ്ടാം വത്തിക്കാൻ സൂനകദോസിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് വന്നത്, എവിടെയൊക്കെയാണ് അപജയങ്ങളുള്ളത്, എവിടെയൊക്കെയാണ് പരാജയങ്ങളുള്ളത്, ഈ ഹൈറാർക്കിക്കൽ രീതി എവിടെയൊക്കെയാണ് വിമർശിക്കപ്പെടേണ്ടത്, സഭയിൽ 3-ാം നൂറ്റാണ്ട് മുതൽ കയറിക്കൂടിയ പൊടികളെ തട്ടിക്കളയണമെന്ന് പോലും വ്യക്തമായ പ്രബോധനങ്ങൾ ഉണ്ടായിട്ടും ഇന്നും അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനോടനുബന്ധിച്ച് ചില വിശുദ്ധന്മാരുടെ പേരുകൾ അവോയ്ഡ് ചെയ്ത കാര്യം, അവർ വിശുദ്ധരാണോ എന്ന കാര്യത്തിൽ സഭ സംശയം പ്രകടിപ്പിച്ച കാര്യം പോലും പറഞ്ഞു വെക്കുമ്പോൾ അതുപോലും ഈ കേരള ജനത്തിന് ഒരു പുതിയ വാർത്തയായിരുന്നു. 1969 വന്നിരിക്കുന്ന അല്ലെങ്കിൽ 70 വ്യക്തമായി വന്നിരിക്കുന്ന കാര്യം പോലും ഇന്ന് ഇത്രയും വർഷമായിട്ടും ഈ കേരള ജനതയ്ക്ക് ഇന്നും ലഭിക്കാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ
അവർക്കതൊരു പുതിയ വിഷയമാണെന്ന് പറയുമ്പോൾ, സെയിൻറ്റ് ജോർജ് എന്ന് പറഞ്ഞ് ഇന്ന് കേരളത്തിലെ അനേക പള്ളികൾ ആ നാമധേയത്തിൽ ഇരിക്കുമ്പോൾ, എന്നാൽ സെൻറ്റ് ജോർജ് വിശുദ്ധ പദവിയിൽ നിന്ന് മാറ്റപ്പെട്ട കാര്യം പോലും ഇന്നും കേരള ജനതയ്ക്ക് അജ്ഞമായി നിൽക്കുമ്പോൾ, ഈ പറയുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ യാതൊരു കാര്യവും ഇന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ അധികാരികൾ തന്നെയാണ്. കാരണം ഇത് ജനത്തിലേക്ക് എത്താൻ പാടില്ല. ഈ വിശ്വാസമോ ഈ പ്രബോധനമോ ഈ സത്യങ്ങളോ ജനത്തിന് മുൻപിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും. കാരണം ഇന്ന് സഭയുടെ അധികാരികൾ എന്ന് പറയുന്ന ഈ മെത്രാന്മാരാകട്ടെ, ഈ പുരോഹിതരാകട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഹൈറാർക്കിക്കൽ ഓർഡർ ആകട്ടെ, അവർ പറയുന്നത് അപ്പാടെ വിശ്വസിക്കാൻ, അത് എന്ത് തന്നെയായാലും വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു പരിശോധനയും കൂടാതെ അവർ പറയുന്നത് ശരിയെന്ന് വിശ്വസിക്കാൻ മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വെറും പോരാളികൾ മാത്രമായി നമ്മൾ മാറരുത്. നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിക്കാനുള്ളൊരു കെൽപ്പ് നിങ്ങൾക്കുണ്ടാകണം. ഇന്ന് മലയാളത്തിൽ ഈ വിശുദ്ധ ബൈബിൾ വ്യക്തമായി നമുക്ക് വായിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. ദൈവം അതിനുള്ള വിദ്യാഭ്യാസം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വചനങ്ങൾ വായിച്ച് ഈ സുവിശേഷത്തിൽ നിന്നും ഈ ലേഖനങ്ങളിൽ നിന്നും അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു പാരമ്പര്യം നമ്മൾ തുടരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വിശ്വാസം നമ്മളുടേതെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെ തോട്ടിൽ കളയാനുള്ള ഒരു കെൽപ്പ് എന്ന് ക്രിസ്ത്യാനിക്കുണ്ടാകുന്നു, എന്ന് ഈ വിശ്വാസിക്കുണ്ടാകുന്നു, അന്ന് മാത്രമേ ഇത് മാറ്റപ്പെടത്തുള്ളൂ. ഇതിൻ്റെ തുടക്കം ഈ അച്ഛൻ പറഞ്ഞു വെച്ചതുപോലെ വ്യവസ്ഥിതികൾ ചോദ്യം ചെയ്യപ്പെടണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ. അത് പാരമ്പര്യങ്ങൾ എന്ന പേരിൽ നമ്മിൽ അടിച്ചേൽപ്പിച്ച പല വ്യവസ്ഥകളും ചോദ്യം ചെയ്യപ്പെടണമെന്ന് ഞാനല്ല പറഞ്ഞു വച്ചിരിക്കുന്നത്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തന്നെ നമുക്ക് മുന്നോട്ട് വെക്കുന്നു. പ്രിയമുള്ളവരെ, 33-ാമത്തെ പേജ് മാത്രമേ നമ്മളായിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് അനേക കാര്യങ്ങൾ. തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ യുദ്ധം തുടങ്ങുകയാണ്. എത്ര പേരെൻ്റെ കൂടെ ഉണ്ടാകും? എത്ര പേരെന്നെ വിമർശിക്കും? എത്ര വ്യക്തികൾ ഇത് മനസ്സിലാക്കും? ഈ സത്യത്തിൻ്റെ ബോധ്യം വ്യക്തം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ യുദ്ധം ഒറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. വിശ്വാസികൾ ഇനിയെങ്കിലും സത്യം തിരിച്ചറിയണം. ആരുടെയും അടിമയല്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഒരു അധികാരിയുടെയും അടിമയല്ല. സുവിശേഷത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഒരു സഹോദരനായി, ക്രിസ്തുവിൻ്റെ അടിമയായി മാത്രമേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ എന്ന സത്യം ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. കർത്താവ് ഈ സഭയെ സ്ഥാപിച്ചപ്പോൾ, വിവിധങ്ങളായ സഭകളെ നമുക്ക് ചേർത്ത് വെച്ച് തന്നപ്പോൾ, സ്വന്തം ഭവനത്തെ വിശുദ്ധീകരിക്കേണ്ട, നവീകരിക്കേണ്ട ഉത്തരവാദിത്തം ഇന്നും നമ്മെപ്പോലുള്ള ഓരോ വ്യക്തികളിലും നിക്ഷിപ്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് 23-ാം ജോൺ മാർപ്പാപ്പ വ്യക്തമായി നമ്മുടെ മുൻപിൽ വയ്ക്കുക വാക്യങ്ങൾ: നവീകരണവും അനുരഞ്ജനവും എന്ന വാക്യം. അപ്പോൾ ആ വാക്യത്തിൽ ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ നവീകരിക്കപ്പെടണം, നമ്മൾ സുവിശേഷവൽക്കരിക്കപ്പെടണം. സുവിശേഷവൽക്കരിക്കപ്പെടണമെങ്കിൽ ആദ്യം സുവിശേഷം നമ്മുടെ ഉള്ളിൽ വരണം. ആ സുവിശേഷം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് സഭയുടെ അകത്ത് വരും. അത് സഭയുടെ അകത്ത് വരുമ്പോൾ അത് പുറത്തേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അല്ലാതെ യാതൊരു വിധത്തിലും സുവിശേഷം നമുക്ക് പ്രഘോഷിക്കാനോ സുവിശേഷം നമുക്ക് പറയാനോ സാധിക്കത്തില്ല എന്ന സത്യം ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് പല പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവകൃപയാൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശക്തമായ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.